ഹലോ ഓൾ, നമ്മൾ പൈത്തണിൻ്റെ രണ്ടാമത്തെ ഫീച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോബ്ലം കണ്ടിരുന്നു അല്ലേ? A=10, B=20, C=A+B എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ട പ്രോബ്ലം കണ്ടിരുന്നു. അത് നമ്മൾ സിയിൽ ചെയ്യുന്നതും ജാവയിൽ ചെയ്യുന്നതും പൈത്തണിൽ ചെയ്യുന്നതും കണ്ടിരുന്നു. നമ്മൾ പൈത്തണിലോട്ട് വരുമ്പോൾ A=10, B=20, C=A+B അങ്ങനെ 3 ലൈനിലായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിയിലോട്ടും ജാവയിലോട്ടും വരുമ്പം A=10 അല്ലെങ്കിൽ B=20 എന്ന് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇൻറ്റ് A, B എന്ന് കൊടുത്തിരുന്നു. അതായത് സിനോടും ജാവയിനോടും ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എയിലോട്ട് വരുന്ന വാല്യൂ ഏത് ടൈപ്പ് വാല്യൂ ആണെന്ന്. അതായത് 10 ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് ഇല്ലാത്ത നമ്പർ ആണെന്ന് ആദ്യമേ നമ്മൾ സിനോടും ജാവനോടും പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ പൈത്തണിലോട്ട് വരുമ്പം A=10 എന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പൈത്തൺ ഒരു ഡൈനാമിക്കലി ടൈപ്പ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന്. അതായത് പൈത്തൺ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കും അതിൻ്റെ എയിലോട്ടും ബിയിലോട്ടും വരുന്ന വാല്യൂസ് ഏത് ടൈപ്പാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കും. പക്ഷേ സിയും ജാവയും ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കില്ല. സോ സിനെയും ജാവനെയും ഒക്കെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ടൈപ്പ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ നമ്മൾ ഡൈനാമിക്കലി ടൈപ്പ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുക. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് പൈത്തൺ മനസ്സിലാക്കും അതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന വാല്യൂ ഏത് ടൈപ്പാണെന്ന്. പൈത്തണിൻ്റെ രണ്ടാമത്തെ ഫീച്ചറായിട്ടുള്ള ഡൈനാമിക്കലി ടൈപ്പ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോയിൽ.